പ്രിയ സുഹൃത്തുക്കളെ, KSRTC ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും പ്രയോജനപ്രദമായ ഒരു ആപ്പിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ ഫോണിൽ ധാരാളം ആപ്പുകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതും നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ചലോ ആപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ചലോ ആപ്പ്. ആദ്യം നമ്മൾ ചലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ചലോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ലൊക്കേഷൻ കൊടുക്കണം. എങ്കിലും നമുക്ക് കറക്റ്റ് നമ്മൾ ഏത് സ്റ്റോപ്പിലാണോ നിൽക്കുന്നത് അവിടേക്ക് ബസ് എപ്പോൾ എത്തും എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ്. നമുക്ക് ഏത് സ്റ്റോപ്പിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത്, നമുക്ക് എവിടുന്ന് എവിടേക്കുള്ള ബസ്സാണ് വരേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ കൊടുക്കുമ്പം തന്നെ നമുക്ക് പോകേണ്ട ബസ് എവിടെ എത്തി എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ആപ്പാണ്. പിന്നെ ഇതിന് വേറെയും കൂടുതൽ പ്രയോജനങ്ങളുണ്ട്. നമുക്ക് മൊബൈൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും ഈ ആപ്പിലൂടെ. പിന്നെ അടുത്ത് മാനേജ് ട്രാവൽ കാർഡ്. ഇപ്പോൾ എല്ലാവരും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ട്രാവൽ കാർഡുണ്ട്. നമ്മളെല്ലാം ട്രാവൽ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കാർഡ് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാഷായിട്ട് ഇപ്പോൾ കണ്ടക്ടറെ കൊടുക്കാൻ ഇപ്പോൾ എല്ലാവരും ഗൂഗിൾ പേ ഒക്കെ ആകുമ്പോൾ ക്യാഷായിട്ട് കണ്ടക്ടറെ കൊടുക്കാൻ നമുക്ക് സമയത്തില്ലെങ്കിൽ അത് ചാർജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട. ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് GPay വഴി കാർഡ് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ എല്ലാ ബസ് സംബന്ധമായ ട്രാൻസ്പോർട്ട് KSRTC ബസ് സംബന്ധമായ എല്ലാ വിവരങ്ങളും നമുക്കിതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ് അറൗണ്ട് യു എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ബസ് അറൗണ്ട് യു എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനുള്ള ആ ഒരു ലൈവ് മാപ്പാണ് കാണിക്കുന്നത്, ബസ് എവിടത്തേക്ക് വരുന്നു എന്ന്. പക്ഷെ നമുക്ക് ഈ എവിടെയുള്ള ബസ്, നിങ്ങൾ ഏത് സ്റ്റോപ്പിലാണോ നിൽക്കുന്നത് അവിടുന്ന് എങ്ങോട്ടുള്ള ബസ് വേണമെങ്കിലും എവിടെ എത്തിയെന്ന് നമുക്കറിയാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇതാ ഈസ്റ്റ് പോർട്ടിൽ നിന്ന് വെള്ളനാടുള്ള ബസ്സാണ് കാണിക്കുന്നത്. ആ ബസ്സിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഉണ്ട്. ആ ബസ് ഈ സമയം ഇപ്പോൾ മണി 9:17 ആ ബസ് ഇപ്പോൾ ഇവിടെ അരുവിക്കര റോഡിലേക്ക് കയറിയിട്ടുണ്ട്. വെള്ളനാട് അരുവിക്കര റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളനാട് അരുവിക്കര റോഡ് നമുക്കിത് സൂം ചെയ്ത് ബസ് എപ്പോൾ എവിടെ എത്തുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് സ്റ്റോപ്പിലാണോ നിൽക്കുന്നത് ആ സ്റ്റോപ്പിലേക്ക് ബസ് എപ്പോൾ എത്തും നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ നമുക്ക് അവിടെ ചെന്ന് ആ സമയം അനുസരിച്ച് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വീടിനടുത്തുള്ള സ്റ്റോപ്പാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റോപ്പിൽ എപ്പോഴും ബസ് എത്തുമെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്കതിനിടയ്ക്ക് ചായ വെള്ളം കുടിക്കാനുള്ള സമയമുണ്ടോ ഇല്ലെന്നെല്ലാം നമുക്കിതിലൂടെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എല്ലാ സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സ്റ്റോപ്പിലും ബസ് എത്തുന്നത് സ്റ്റോപ്പ് സഹിതം കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ നമ്പർ, സീറ്റ് അവൈലബിൾ ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. ഈ പച്ച അതിൽ കാണിക്കുന്നത് സീറ്റ് അവൈലബിൾ ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ശങ്കരമുഖം എത്തിയിട്ടുണ്ട് ഒരു ബസ്. അതായത് അരുവിക്കര വഴി വന്ന് ശങ്കരമുഖം കണ്ണീറ്റുനട അടുത്ത സ്റ്റോപ്പാണ് കാണിക്കുന്നത്. കണ്ണീറ്റുനട അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ലൈവ് മാപ്പായിട്ട്. വെള്ളനാട് അരുവിക്കര റോഡിലേക്ക് കണ്ണീറ്റുനട ഭാഗത്തേക്ക് ബസ് കയറി ഈ സ്റ്റോപ്പാണ് നമുക്ക് ഈ താഴെ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റോഡ് അതിൻ്റെ മാപ്പ് നോക്കി മനസ്സിലാക്കാനും പറ്റും, സ്റ്റോപ്പ് നോക്കാനും പറ്റും. ഓരോ സ്റ്റോപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും KSRTC ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു ആപ്പാണിത്. ഇതെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഇതിൽ നോക്കി നമ്മുടെ ബസ് എവിടെ എത്തി എന്ന് അറിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.